ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാമേനോൻ ആദ്യം ഊണ് കഴിക്കുന്ന പ്ലേറ്റ് വിളമ്പുന്നത് കാണിക്കുകയാണ്. എന്നിട്ട് എൻ്റെ റെസിപ്പി കാണിക്കാം. ഇത് ചക്കക്കുരു, മുരിങ്ങക്കായും, വാഴയ്ക്ക, മാങ്ങ കൂടി പുഴുക്ക് ഇന്നത്തെ. പിന്നെ സാലഡ്, കുക്കുംബർ, ടൊമാറ്റോ, കോൺ, ഉള്ളി എല്ലാം കൂടിയിട്ടുള്ള സാലഡ്. പിന്നെ വിളമ്പിയത് നല്ല ചൂടുള്ള ചോറ്, മുട്ടയരി ചോറ്. അത് കഴിഞ്ഞിട്ട് മത്തൻ പുളിങ്കറി. മത്തൻ പുളിങ്കറി എല്ലാവരും ഉണ്ടാക്കും. പുളിങ്കറി നമ്മുടെ പാലക്കാടൊക്കെ പറയുക. മത്തൻ പുളിങ്കറി. പിന്നെ നല്ല കട്ട തൈര്. ഈ തൈര് ഞങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അനങ്ങാണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം, അങ്ങനെ കട്ടയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് 2 ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പറയാൻ മറന്നത് എന്താ വെച്ചാൽ, ഞാൻ നേന്ത്രക്കായ മെഴുക്ക് പുരട്ടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിളമ്പാനായിട്ട് മറന്നു. ഊണ് കഴിച്ച് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ 2 റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ആദ്യത്തേത് മുരിങ്ങക്കായ, ചക്കക്കുരു, വെറും വാഴയ്ക്ക, മാങ്ങ ഒക്കെ കൂടിയിട്ട് കൊള്ളിട്ടിട്ട് പുഴുക്ക്. കൊള്ള എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മുതിരാന്നും പറയും. ഇപ്പം ഇന്നൊരു ചക്ക കിട്ടി, അപ്പോൾ അതിൻ്റെ കുരുവും കിട്ടി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം, എന്തൊക്കെയാണ് എടുത്തിരിക്കണമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായ ഒരു മുരിങ്ങക്കായാണ് എടുത്തിരിക്കണേ. അത് പിന്നെ അതിൻ്റെ കൂടെ കൊള്ള് വേവിച്ചത്, ഇതൊരു 3/4 കപ്പ് കൊള്ളാണ് കേട്ടോ. കൊള്ള് ഞാൻ കുതിർത്തി, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തി. ആ കുതിർത്തിയിട്ട് പിന്നെ ഞാൻ എടുത്തത്, പിന്നെ ഈ ചക്കക്കുരു മുരിങ്ങക്കായ ഞാൻ കൊള്ളു കുതിർക്കാനായിട്ട് വെള്ളത്തിൽ കഴുകിയപ്പോൾ അങ്ങനെ ഇട്ടു 2-3 അറിയാണ്ട് വീണുപോയി. അതിൻ്റെ കളറാണ്, ആ കൊള്ളിൻ്റെ കളറാണ് മുരിങ്ങക്കായയിൽ പിടിച്ചു. നമ്മൾ കൊള്ളു കുതിർക്കാനിട്ടില്ലേ, സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൽ മുരിങ്ങക്കായ പെട്ടു. അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെയായിരുന്നു മാത്രമേ ഉള്ളൂ. നല്ല മുരിങ്ങക്കായാണേ. പിന്നെ ചക്കക്കുരു അത് ഞാൻ ചെറിയൊരു കഷ്ണം ചക്കയായിട്ടാണ് വാങ്ങിയത്. നല്ല ചക്കയായിരുന്നു, തമിഴ്നാട് ചക്ക എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ ഉള്ള കുരുവാണ് ഈ 5-6 കുരു. നല്ല കുരുവാണ് കേട്ടോ. എന്നിട്ട് ഒരു വാഴയ്ക്ക. ഈ വാഴയ്ക്ക മുഴുവൻ പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ, നേന്ത്രക്കായയല്ല, വെറും വാഴയ്ക്ക. പിന്നെ കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് ഉണ്ടാവും. പിന്നെ മാങ്ങ. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു 5-6 കഷ്ണം ഉണ്ടാവും. 5-6 പോരാ, 8 കഷ്ണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പുഴുക്കുണ്ടാക്കാൻ പോകണം. അപ്പോൾ ആദ്യം ഞാൻ മുരിങ്ങക്കായ കുക്കറിൽ വേവിക്കാനിട്ടു. വെള്ളം ഒഴിച്ച് 2 ഉപ്പ് ഇട്ടിട്ട് മുരിങ്ങക്കായ വേവിക്കാനിട്ടു. മുരിങ്ങക്കായ വെന്തൊന്ന് തിളച്ച് വരുമ്പോൾ മറ്റേ കഷ്ണമൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ എന്താ അറിയോ, അത് വല്ലാതെ വാഴയ്ക്കൊന്നും വലിയ വേവില്ല ചക്കക്കുരുവിന്. നല്ല ചക്കക്കുരു ആയതുകൊണ്ട് ചക്കക്കുരു ഇട്ടു. ഇപ്പോൾ പിന്നെ വാഴയ്ക്ക ഇട്ടു. അത് ഒന്ന് നന്നായിട്ടൊന്ന് മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് വേവിക്കുക. അപ്പോൾ മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ മുളക് പൊടി ഞാൻ പകുതി കാശ്മീരി മുളക് പൊടി, പകുതി എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. എന്താ കാരണം വെച്ചാൽ എനിക്കതിന് കളർ ഇത്തിരി വേണം. പിന്നെ ഈ മുളക് പൊടി ഇപ്പോൾ വാങ്ങിയത് നല്ല എരിവ്, അപ്പോൾ അത് പകുതി ഇട്ടിട്ടുള്ളൂ, 1/2 ടീസ്പൂൺ. അതും ഇട്ടിട്ട് ഉപ്പ് കുറച്ചുകൂടി ഇട്ടിട്ട് ഞാൻ അതിനെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അത് വെന്ത ശേഷം ഞാൻ മാങ്ങ ആഡ് ചെയ്യാണ്. ഇത് പെട്ടെന്ന് വെന്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആ മാങ്ങ ആഡ് ചെയ്തു. ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ സൈഡിലായിപ്പോയി, അതാണ് അത് കാണാതായി പോയത്. ഇപ്പോൾ മാങ്ങ ഇട്ടിട്ടൊന്ന് നന്നായി തിളച്ച ശേഷം ഞാനിപ്പോൾ അത് കൊള്ളിടാൻ പോവാണ്. വേവിച്ച മുതിര അതൊരു 3/4 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് തിളച്ച് വരുന്ന ശേഷം പിന്നെ തേങ്ങയൊക്കെ ആഡ് ചെയ്യാം. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ചു, നന്നായി ഒന്ന് മിക്സായി വന്നു എല്ലാം കൂടിയിട്ട്. ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അതിൻ്റെ ടേസ്റ്റ്, മാങ്ങയുടെ പുളിപ്പും
ചെറിയൊരു പുളിപ്പേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടു. കൂടുതൽ വേണ്ട, ഒരു അരക്കപ്പ് മതി. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇന്നിത് അടിപൊളി ടേസ്റ്റായിരുന്നു ഈ കറി. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പുഴുക്കാണ് ശരിക്കും, കൊള്ളു കൂടി ഇട്ടിട്ട് പുഴുക്ക്. മാങ്ങയുടെ പുളി ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് ഞാനങ്ങനെ നല്ലോണം കശക്കിയിട്ട് ഇടുകയാണ്. എന്നിട്ട് ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയുടെ മണവും കൂടി വരുമ്പോഴേക്കും നല്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് എൻ്റെ പുഴുക്കിപ്പോൾ നല്ല റെഡിയായി. അപ്പോൾ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് എൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അതിനെ ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോണത് നേന്ത്രക്കായ മെഴുക്ക് പുരട്ടി. ഇപ്പോൾ ഈ പുഴുക്ക് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണിതിന്. ഇതുണ്ടാക്കാനും വലിയ പണിയില്ല, എല്ലാ സാധനവും കിട്ടുന്നതാണൊന്നും കിട്ടാത്തതില്ല. അപ്പോൾ ഞാനിനി അടുത്തെൻ്റെ നേന്ത്രക്കായ മെഴുക്ക് പുരട്ടിയിലേക്ക് പോവുകയാണ്. ഇത് നല്ല ഒരു നേന്ത്രക്കായാണ്, നല്ല മൂത്ത് വളഞ്ഞ്. ഇന്നലെ വാങ്ങിയതാണെങ്കിലും അതിന് ഒരു മഞ്ഞൾ നിറവും വന്നിട്ടില്ല, പക്ഷെ പാകത്തിന് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ്, സ്ക്വയർ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പെട്ടെന്ന് വേവും, പക്ഷെ എന്നാലും ഞാനൊരു വിസിലിട്ടിട്ടാട്ടോ കുക്കറിൽ വേവിച്ചിരിക്കണം. എന്നാലും ഞാനിത് നേന്ത്രക്കായ ഒന്ന് വേവിക്കാൻ പുറപ്പെടുമ്പോൾ തന്നെ ആലോചിച്ചു നേരത്തെ കുക്കറിൽ ഇടാമെന്ന്. എന്താ കാരണം വെച്ചാൽ ഇത് കുറേ നേരം എടുക്കും വേവാൻ. ഇപ്പം ഞാനിതിന് മഞ്ഞൾ വെള്ളത്തിൽ മുറിച്ചിട്ടിരിക്കുകയാണ്. നന്നായി ഒന്ന് കശക്കി എടുത്താൽ അതിൻ്റെ കഴുകിയെടുത്താൽ അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോകും, അല്ലെങ്കിൽ പുളി വെള്ളത്തിൽ. ഇനി ഇതിനെ ഞാൻ കുക്കറിലിട്ടു. ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നേന്ത്രക്കായ ഇടാം. നേന്ത്രക്കായ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം മുളക് പൊടി ഇട്ടു. ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ശരിക്കും ഇതിൽ ഞാൻ ചേർക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് നേന്ത്രക്കായ അതിലിട്ടിട്ട് വേവിക്കാൻ പോകാം. അപ്പോൾ നേന്ത്രക്കായ വേഗം വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കപ്പെട്ടു. എന്നിട്ട് ഉപ്പ് നേരത്തെ ഇട്ട് വെച്ചതുകൊണ്ട് ഇനി അത് വെന്ത കഴിഞ്ഞ ശേഷം നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ഇനി ഒരൊറ്റ വിസിൽ പാകത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ അടച്ചു വെച്ചു. ഇനി ഇതിനെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ വന്നു കറക്റ്റായിട്ട്. നല്ല മൂത്തതായതുകൊണ്ട് അതിൻ്റെ തൊലിയും കൂടെ അധികം വേർപെട്ടില്ല. ഇപ്പം ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടി വെച്ചു. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ലത്. എന്താ കാരണം വെച്ചാൽ നല്ലോണം മൊരിഞ്ഞ് കിട്ടും. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കണേ. നല്ല ഇരുമ്പ് ചീഞ്ചട്ടിയാണ് ഇതെൻ്റെ. അപ്പോൾ അതിൽ നന്നായി മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില. അതിനുശേഷം ഒരു 7-8 വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഒരു 8 എണ്ണം ഉണ്ട് അതിനകത്ത്. ഞാനിത് തൊലിയോട് കൂടിയിട്ട് ചതച്ചേട്ടോ. ഈ വെളുത്തുള്ളിയൊക്കെ നന്നായി കഴുകി എന്നിട്ട് അതിൻ്റെ തൊലിയും കൂടി ഇടുമ്പോഴാണ് നല്ല മണം വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞുവല്ലോ, നമ്മൾ ഈ വെളുത്തുള്ളി എല്ലാറ്റിൻ്റെയും തൊലി കളയണമെന്നില്ല. ഞാനിപ്പോൾ 1-2 തൊലി കളഞ്ഞു. ഇനി അതിലേക്ക് ചേർക്കാൻ പോണത് ചെറിയ ഉള്ളി. ഇത് രണ്ടും ഞാൻ പറയാൻ മറന്നു. ഇത് രണ്ടും ഒന്ന് ചതക്കണം. നമ്മുടെ അമ്മിക്കല്ലോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ ചതയ്ക്കുന്ന കല്ലില്ലേ, അതുകൂടെ വെച്ച് ഒന്ന് ചതച്ചു. നല്ല മണം വരിക. എണ്ണയിൽ കിടന്ന് ഇത് രണ്ടും നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അടിപൊളി ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടി. നേന്ത്രക്കായ വെച്ചിട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും.
എനിക്ക് ഈ മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ലേശം ഉപ്പ് ആഡ് ചെയ്തു. എന്താ വെച്ചാൽ ഞാൻ നേന്ത്രക്കായിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ, മതിയാവില്ല എന്നറിയാം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഇപ്പം ഇനിയിപ്പോൾ ആ നേന്ത്രക്കായ ഇടാൻ പോവാണ്. നേന്ത്രക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലാസ്റ്റായിട്ട് മൊരിഞ്ഞൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. ഇത് നന്നായി ഒന്ന് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ നല്ലോണം ഞാൻ ഫ്ലെയിം വെച്ചിരിക്കണം, കുറച്ച് ഫ്ലെയിം വെച്ചിരിക്കണം. ഒന്നായി വന്ന് വെള്ളമൊക്കെ അതിലത്തെ മുഴുവൻ വെള്ളം ഡ്രൈ ആയ ശേഷം ഞാൻ മീഡിയത്തിലേക്ക് ആക്കി. എന്നിട്ടിപ്പോൾ നന്നായി അത് മൊരിഞ്ഞ് വരും. ഇരുമ്പ് ചട്ടിക്ക് അതൊരു ഗുണമാണ്. നമ്മളിത് കനലിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക. അത് ക്രഷ് ചെയ്ത കുരുമുളകാണ് കേട്ടോ. ഒരുപാട് അതിനെ അങ്ങനെ പൊടിക്കരുത്, പൊടിച്ച് അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ 2 സാധനം, ഒന്ന് മുരിങ്ങക്കായ ചക്കക്കുരു പുഴുക്കും നേന്ത്രക്കായ മെഴുക്ക് പുരട്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. മനസ്സിലായില്ലേ? ഇപ്പോൾ കറിവേപ്പില അതിൻ്റെ മുകളിൽ ഞാൻ ആഡ് ചെയ്യാണ്. ഇത് വിളമ്പാനായിട്ട് ഞാൻ മറന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ഈ 2 റെസിപ്പി, ഈ മെഴുക്ക് പുരട്ടിയും പുഴുക്കും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. സോ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. സീ യു ഇൻ ദ നെക്സ്റ്റ്